ഈ വർഷത്തെ സപ്ലൈകോ ഓണം ഫെയറുകൾക്ക് ഇതിനകം തുടക്കമായിട്ടുണ്ട്. 250-ലധികം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് ഓഫറുകളും വിലക്കുറവും നൽകുകയാണ്. 1000-ലധികം വരുന്ന വിൽപ്പനശാലകളിലും ഈ ഓഫറുകൾ ലഭ്യമാണ്. ജില്ലാതല ഫെയറുകൾ മാത്രമല്ല, മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും ഓണം ഫെയർ നടത്താനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും സഞ്ചരിക്കുന്ന ഓണച്ചന്തകളും സംഘടിപ്പിക്കുന്നുണ്ട്. സാമൂഹ്യ സുരക്ഷ, ക്ഷേമനിധി പെൻഷൻ, ആ ഗുണഭോക്താക്കൾക്ക് 2 ഗഡു ക്ഷേമ പെൻഷൻ കഴിഞ്ഞ ദിവസം അനുവദിച്ചിട്ടുണ്ട്. ജീവനക്കാരോടും പെൻഷൻകാരോടും പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് സർക്കാരിൻ്റെ ഓണസമ്മാനം 200 രൂപ വർദ്ധിപ്പിച്ചു. ഇത്തവണ 1200 രൂപ വീതമാണ് ഇവർക്ക് നൽകുന്നത്. സർവീസ് പെൻഷൻകാർക്കുള്ള ക്ഷാമാശ്വാസം 1 ഗഡു അനുവദിച്ചു. സംസ്ഥാന ജീവനക്കാർക്കും അധ്യാപകർക്കും 1 ഗഡു ക്ഷാമബത്തയും അനുവദിച്ചു. UGC, ICTE, മെഡിക്കൽ സർവീസസ് ഉൾപ്പെടെയുള്ളവർക്കും DA, DR വർധനവിൻ്റെ ആനുകൂല്യം ലഭിക്കും. സെപ്റ്റംബർ 1 ലഭിക്കുന്ന ശമ്പളത്തിനും പെൻഷനുമൊപ്പം പുതിയ ആനുകൂല്യം കിട്ടിത്തുടങ്ങും. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ജില്ലാ CDS, ADS തലങ്ങളിൽ ഓണം മേളകൾ സംഘടിപ്പിക്കും. കുടുംബശ്രീ മുഖേന പച്ചക്കറിയും പൂക്കൃഷിയും നടത്തിയിട്ടുണ്ട്. അതിൻ്റെ വിളവെടുപ്പ് നടത്തുകയാണ്. കൺസ്യൂമർ ഫെഡ് വഴിയും പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴിയും പച്ചക്കറിയും നിത്യോപയോഗ സാധനങ്ങളും വിതരണം നടത്തുകയാണ്. സഹകരണ സംഘങ്ങളുടെ തനത് ഉൽപ്പന്നങ്ങൾക്കുള്ള പ്രധാന വിപണി കൂടിയായി കൺസ്യൂമർ ഫെഡ് വിൽപ്പനശാലകൾ മാറുകയാണ്. കൂടുതൽ പ്രാഥമിക സംഘങ്ങൾ പച്ചക്കറി കൃഷി ചെയ്ത് ഓണം വിപണിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇതുകൂടാതെ ഹോർട്ടികോർപ്പിൻ്റെ പച്ചക്കറി ചന്തകളും കൃഷി വകുപ്പിൻ്റെ മറ്റ് സംവിധാനങ്ങളും സജീവമാണ്. നേരത്തെ ഒരു ഫയൽ അദാലത്ത് നടത്തുകയുണ്ടായി. സെക്രട്ടേറിയറ്റിലും വകുപ്പ് അധ്യക്ഷന്മാരുടെ കാര്യാലയങ്ങളിലും പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് സ്ഥാപനങ്ങളിലും ജൂലൈ 1 ആരംഭിച്ച ഫയൽ അദാലത്തിൻ്റെ ഭാഗമായി ഇതുവരെയുള്ള കണക്ക് പ്രകാരം സെക്രട്ടേറിയറ്റ്, ഡയറക്ടറേറ്റുകൾ, യൂട്ടിലിറ്റി റെഗുലേറ്ററി സ്ഥാപനങ്ങൾ എന്നിവ ഒരുമിച്ച് പരിഗണിക്കുമ്പോൾ ആകെ 53.87% ഫയലുകൾ തീർപ്പാക്കിയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി നടത്തുന്ന പ്രതിമാസ യോഗങ്ങളിൽ ഇതിൻ്റെ പുരോഗതി തുടർച്ചയായി വിലയിരുത്തും. ഫയൽ അദാലത്തിനായി തയ്യാറാക്കിയ പോർട്ടൽ തുടർ സംവിധാനമായി നിലനിർത്തും. 3 മാസത്തിന് ശേഷം പുരോഗതി വീണ്ടും വിലയിരുത്തുന്നതിനും നടപടി സ്വീകരിക്കും. ഇത്രയുമാണ് നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളത്. നിയമസഭാ സമ്മേളനം സെപ്റ്റംബർ 15 മുതൽ വിളിച്ചു ചേർക്കുന്നതിന് ബഹുമാനപ്പെട്ട ഗവർണറോട് ശുപാർശ ചെയ്യാൻ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യം നല്ലത് ഈ നേരത്തെ പറഞ്ഞ മലയോര കർഷകരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ആയിക്കോട്ടെ, ആദ്യം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാദ്യം ഉന്നയിക്കുക.